പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വീണ്ടും കല്ലറയിൽ ഗ്രാനൈറ്റ് മോഷണം. മല്ലപ്പള്ളി മാർത്തോമാ പള്ളി സെമിത്തേരിയിലാണ് മോഷണമുണ്ടായത്. ഇടവക അധികൃതർ കീഴ്വായ്പൂര് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മങ്കുഴിപ്പടി പള്ളി സെമിത്തേരിയിൽ നിന്ന് ഗ്രാനൈറ്റ് പാളി മോഷണം പോയിരുന്നു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, എപ്പോഴാണിത് ശ്രദ്ധയിൽപ്പെട്ടത്? മാധു, മല്ലപ്പള്ളി വെങ്കലശ്ശേരിയിലെ ക്രൈസ്തവ ദേവാലയത്തിലെ സെമിത്തേരിയിലെ കല്ലറയിൽ നിന്നാണ് ഗ്രാനൈറ്റ് മോഷണം പോയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സ്ഥലത്താണ്. നമുക്ക് ആ കല്ലറ തന്നെ നേരിട്ട് പ്രേക്ഷകരെ കാണിക്കാം. ഇത് ഇന്ന് രാവിലെയാണ് ഇടവക അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസവും ഇവിടെ മല്ലപ്പള്ളിയിൽ ക്രൈസ്തവ ദേവാലയത്തിലെ സെമിത്തേരിയിലെ കല്ലറയിൽ നിന്നും ഗ്രാനൈറ്റ് മോഷണം പോയിരുന്നു. ഇന്നലെ മങ്കുഴിപ്പടി പള്ളിയിലെ സെമിത്തേരിയിലെ ഗ്രാനൈറ്റ് സ്ലാബാണ് മോഷണം പോയതെങ്കിൽ ഇന്നിപ്പോൾ അവിടെ നിന്നും 8 കിലോമീറ്റർ മാറി മറ്റൊരു ദേവാലയത്തിൻ്റെ സെമിത്തേരിയിലെ കല്ലറയിൽ നിന്നും ഗ്രാനൈറ്റ് മോഷണം പോയിരിക്കുന്നു. ഇവിടെയാണ് ഗ്രാനൈറ്റ് പാളി അത് സ്ഥാപിച്ചിരുന്നത്. ഇവിടെ നിന്നും ആ ഗ്രാനൈറ്റ് പാളി മുഴുവനായും ഇളക്കിയെടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. കീഴ്വായ്പൂർ പോലീസിൽ ഇപ്പോൾ ഈ ഇടവക അംഗങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ കീഴ്വായ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കല്ലറയുടെ ഈ സെമിത്തേരിയുടെ ഒരു ഭാഗം എന്നുള്ളത് ഇതിൻ്റെ പുറത്ത് ഒരു ഗ്രാനൈറ്റും സ്ഥാപനം ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അവിടെ ക്രഷർ യൂണിറ്റ് ആണുള്ളത്. അപ്പോൾ ഇവിടെ CCTV സാന്നിധ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിബന്ധമായിരിക്കുന്നത്. അത് അന്വേഷണത്തെ അല്പം കുഴച്ചിട്ടുണ്ട്. 2 സെമിത്തേരിയിലും CCTV സാന്നിധ്യമില്ല. റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ സെമിത്തേരിയിൽ നിന്നാണ് ഇപ്പോൾ ഗ്രാനൈറ്റ് പാളി മോഷണം പോയിരിക്കുന്നത്. കല്ലറയിൽ നിന്നാണ് പാളികൾ ഇളക്കിക്കൊണ്ടു പോയിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.